ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ വീണ്ടും ബസ് എടുത്ത് വന്നിരിക്കുന്നു. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ കേട്ടോ. കാരണം ഇന്ന് ഈ വണ്ടിയുടെ ഞാൻ ബോഡി തൊട്ട് എല്ലാ നെട്ടും സ്ക്രൂവും ഇളക്കിയെടുക്കാൻ പോവുക. മനസ്സിലായില്ല അല്ലേ? മനസ്സിലാക്കി തരാം. ഇന്ന് എവിടെയൊക്കെ എന്താ പോസ്റ്റ് ഉണ്ടോ അവിടെ ഇവിടെ എന്ന് പറഞ്ഞ എല്ലാ സ്ഥലത്തും ഞാൻ വണ്ടി ഇടിച്ച് കയറ്റി നശിപ്പിക്കും. ഇന്ന് വണ്ടിയുടെ ലാസ്റ്റ് അവസ്ഥ, ഇന്ന് വണ്ടീൻ്റെ ഹെൽത്ത് ഞാൻ പൂജയാക്കിയിട്ട് അടങ്ങും. 50 താഴത്തേക്ക് ഞാനാകും, ഇതുറപ്പ്. അപ്പം നമുക്ക് വണ്ടി തകർത്തുനിന്ന് എടുക്കണം ഗൈസ്. ഓക്കെ ഗൈസ്, ഞാൻ അപ്പം വരെ ഒറ്റയുണ്ട്. എൻ്റെ പുന്നാര വണ്ടിയിലൊന്ന് ഇന്ന് ഈ വീഡിയോയിൽ അവസാനമായിട്ടൊന്ന് കാണട്ടെ. ഇനിയിപ്പോൾ ഒന്നും കാണാൻ പറ്റൂല. എൻ്റെ പുന്നാര വണ്ടി ഇന്നീ വണ്ടി നശിക്കും ഗൈസ്, ഉറപ്പ്. വണ്ടീൻ്റെ മുമ്പ് നമ്മൾ ഡാൻസൊക്കെ കളിക്കുന്നു. ഒറ്റ നമുക്കൊരു ഫോട്ടോ കൂടി എടുത്ത് വെച്ചേക്കാം. ഫോട്ടോ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇന്നൊരു ഫോട്ടോയും കൂടി എടുത്ത് വെച്ചു. ഒറ്റുണ്ട്, ഒരു ഫോട്ടോയും കൂടി നമുക്ക് എടുക്കാം. അല്ലേ വേണ്ട. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ബസ് കയറാം. ലൈറ്റൊക്കെ ഇടണോ? ഇട്ടേക്കാം. വണ്ടി ഓണാക്കിയില്ല. ഓക്കെ ഗൈസ്, വണ്ടി ഓണായി. സൗണ്ട് കേൾക്കാൻ എന്താ സുഖം. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ പോസ്റ്റ് ചെന്ന് ഇടിച്ച് കയറ്റാം. ഓക്കെ, ഫസ്റ്റ് ഉദ്ഘാടനം ശബരി കഴിച്ചു. ശബരി ഇനി പോസ്റ്റ് കഴിച്ചു. അല്ല, ഞാൻ തന്നെയല്ലേ കഴിക്കാൻ പോകുന്നത്. ഉദ്ഘാടനവും വണ്ടീൻ്റെ നെട്ടും സ്ക്രൂവും. ഓക്കെ ഗൈസ്, ഓക്കെ. പാറ്റി വളച്ചെടുക്കും വണ്ടി. ഇന്ന് പാറ്റ ചാവുന്നതിനോട് ചാവും. അപ്പം എന്തുണ്ടായേ? ഓക്കെ, രണ്ടാമത്തെ ഇടി. നിങ്ങൾ കണ്ടോ, ഞാനൊരു പ്രോ ഡ്രൈവറാണ്. നേരത്തെ ഒരു ചുള്ളിക്കമ്പിൻ്റെ 2 ചുള്ളിക്കമ്പിൻ്റെ നടുവിലൂടെയല്ലേ ഇപ്പോൾ ബസ് എടുത്തുകൊണ്ട് വന്നത്. യാ, ഐ ആം എ പ്രോ ഡ്രൈവർ. ഇന്ന് നമുക്ക് പറ്റുവാണെങ്കിൽ ഒരു ട്രിപ്പും പിടിക്കാം. ഓക്കെ, സോറി ഗൈസ്, അത് ഞാൻ അറിയണ്ട. ഞാൻ അറിഞ്ഞുകൊണ്ട് ഇനി ഇടിക്കില്ല, അഥവാ പോയി ഇടിക്കും. അറിയാണ്ട് ഇടിച്ചാൽ ഇടിച്ചായി. ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്? അറിയാണ്ട് ഇടിച്ചാൽ ഇടിച്ചു. അല്ലാണ്ട് ഞാൻ സ്വയായിട്ടൊന്നും ഇടിച്ച് കയറ്റാൻ പോകുന്നില്ല. ഐ ആം നോട്ട് എ ക്രൂരൻ മാൻ. അയ്യോ, വണ്ടി പറഞ്ഞില്ല. ഇതെന്താ പെട്രോൾ അടിക്കാത്ത? അപ്പുറത്താ വണ്ടി. ഡീസലാണോ പെട്രോളാണോ? അതാ ഇപ്പുറത്താണ്. ഇതെവിടെയെങ്കിലും നിർത്തിയാൽ പോരെ, അടിച്ചാൽ പോരെ എന്തായാലും. ഓക്കെ, അടിക്കൂ. വേണ്ട ഗൈസ്, പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വണ്ടിക്ക് അടിക്കുന്നില്ല. ദാരിദ്ര്യം ഉള്ള മോഡിഫിക്കേഷൻ മൊത്തം വണ്ടിക്ക് കയറ്റിയിട്ട് പൈസ ഇല്ല, നമ്മൾ തൂത്തടിച്ച് ഗൈസ്. എനിക്കിഷ്ടമില്ല. അവൻ നമ്മളെ വെട്ടിച്ചു പോയി. അതെനിക്കിഷ്ടമില്ല ഗൈസ്. അപ്പം നമുക്ക് അവനെ വെട്ടിക്കണം. ദിസ് ഈസ് ഈഗോ. നിൽക്കടാ അവനെ. നിൽക്കടാ അവിടെ. നമുക്ക് ഇവനെ ഇടിച്ച് അപ്പുറത്തെ ചുമരിൽ കയറ്റി കൊടുക്കാം. പോടാ. ഉള്ള എല്ലാ വണ്ടീനും ഞാൻ അടിക്കും, പുറത്തൊന്നും അടിക്കൂല. ചുമരിലൊന്നും ഇടിച്ച് തരണ്ട. വണ്ടികൾ കാണുമ്പോൾ എല്ലാത്തിനും ഇടിച്ച് കയറ്റാം അല്ലേ? അപ്പോൾ ഗൈസ്, നിങ്ങളിന്ന് കാണാൻ പോകുന്നത് ഒരു കാലൻ വണ്ടിയാണ്. നടുവിലൊരൊറ്റ വണ്ടികളെയും നമ്മൾ നിൽപ്പിക്കൂല. ഉള്ള എല്ലാ വണ്ടിയും ഇടിച്ച് തെറിപ്പിക്കും. കണ്ടോ, ഇവനാണ് കാലൻ. എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോ ഇവനെ. നമ്പർ ഇവൻ്റെ വണ്ടി നമ്പർ എല്ലാവരും നോക്കി വെച്ചോ. റോഡിൽ ആരും ഇവനെ കണ്ട ഒറ്റ വണ്ടിയും പുറത്തിറക്കണ്ട. കാരണം ഇവനെല്ലാം അടിച്ച് തെറിപ്പിക്കും. കണ്ടോ, സൈഡിലെ മറക് കണ്ടോ? ഏണിച്ചു പോടാണ്. ഓക്കെ ഗൈസ്, സന്തോഷമായി. സിനിമാറ്റിക് ഇടാം.
ഓക്കെ പോസേ. ഓക്കെ ഗൈസ്, നമ്മൾ റോങ് വേ കയറി. എന്നോട് ഡിമ്മടിക്കുന്ന ഒരുത്തനെ എനിക്കിഷ്ടമല്ല. ഡിമ്മടിച്ചാൽ ഞാൻ ഇടിച്ച് തെറിപ്പിക്കും ഗൈസ് അവനെ. ഡിമ്മടിച്ചില്ലെങ്കിലും ഞാൻ അടിച്ച് തെറിപ്പിക്കും. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുതേ. ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബും ചെയ്യുക. ഫുൾ സപ്പോർട്ട്. അത് അടുത്തോണ്ട് ഡിമ്മടിക്കുന്നു. ഓ എടോ പറന്നുപോയി. ഷടാ, മാപ്പ് തീർന്നു. ഓക്കെ, അടുത്ത മാപ്പ് വരട്ടെ. ഓക്കെ ഗൈസ്, ഇനി വണ്ടികൾ വരുമ്പോൾ ഇടിച്ച് തെറിപ്പിക്കാൻ സമയം. ലോറിക്കാണ് നമുക്ക്. പക്ഷേ ആ ബസ്സിനെനിക്ക് കിട്ടില്ല, മോശം പോയി. മാറിക്കടോ ഉണ്ടാക്കൽ ശേഖരം വരുന്നത്. നമ്മൾ ഇത്രയും നേരം ഏത് സൈഡ് കൊണ്ട് ഇടിച്ചേ? ആ രണ്ട് സൈഡ് കൊണ്ട് ഇടിച്ചിട്ട് അല്ല, നേരത്തെ ഒരു സൈഡ് കൊണ്ട് മാത്രമായിരുന്നു നമ്മൾ ഇടിച്ചേ. താൻ ആരടാ ഗൈസ് മുമ്പിലുള്ളവൻ? ഓക്കെ ഓക്കെ, എല്ലാവരും ഇടിക്കൂ. നേരെ സ്പീഡ് ചെല്ലുക, എന്നിട്ട് ട്രക്കിനെ കയറ്റാം. ട്രക്കിൻ്റെ മുകളിൽ കയറ്റാം. ഓക്കെ ഗൈസ്, അങ്ങനെ അവൻ തോട്ട് കയറി. അവനെ അടിച്ച് നമ്മൾ തോട്ട് കയറ്റി. ഈ ബസ്സിൻ്റെ സൈഡിലോ ഈ ലോറീൻ്റെ സൈഡിലൂടെ ചെന്നിട്ട് ഉന്തി എന്നപ്പുറത്തേക്ക് ഇട്ടാലോ? അത് പൊളിക്കും. ഗൈസ് ഇവനെ ഞാൻ കൊല്ലും. ഇവനാട്ടോ ലാസ്റ്റ് ഇര. മതി, ഇടിച്ച് കയറ്റുന്ന കളി മടുത്ത്. കൊമില്ലി 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 കൊമില്ലി. ഗൈസ്, ഇവൻ എനിക്ക് വേണം. ഇവനെ ഞാൻ പിടിക്കും. ഇത് സത്യോ സത്യോ. ഗൈസ് മതി, എനിക്ക് മടുത്തപ്പം ഞാൻ വണ്ടി ഒന്നുകൂടി റിപ്പയർ ചെയ്ത് കളി ഒന്നും കൂടി തുടങ്ങട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ഇടിക്കാണ്ട് ഓടിച്ചു നോക്കാം അല്ലേ? അല്ലേ കുറച്ച് മോഡിഫിക്കേഷൻ കൂടി ചെയ്യാം, അതാ നല്ലേ. ഓക്കെ ഗൈസ്, പാവം എൻ്റെ ബസ്സിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടു. ബാക്കിലൊന്നും പറ്റിയില്ല, എന്നാലും പാവൻ്റെ ബസ്. ഞാൻ കുറച്ച് പൈസ എടുക്കട്ടെ. ഓക്കെ, 15 രൂപ, ഒന്നും കൂടിയും. ഓക്കെ ഗൈസ്, അങ്ങനെ 35 രൂപയായിട്ടുണ്ട്. 35 രൂപയ്ക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ്? പെയിൻറ്റ് കട്ടിയാലോ? ബ്രൗസ് ലിവറി, റീസെറ്റോ? ക്യാൻസൽ വേണ്ട. ഓരോന്നും ചെയ്ത് വെച്ചിട്ടേ ഞാൻ ഒന്നിനും പറ്റാത്ത അവസ്ഥയിൽ പോയി എൻ്റെ വണ്ടി. ഇത് വെക്കണം എനിക്ക്. ആദ്യം വണ്ടി ഒന്ന് റിപ്പയർ ചെയ്യട്ടെ. ഗായ്സ്, ഇത് കാണാൻ എന്ത് ഭംഗി മല്ലയ്യ. ഓക്കെ ഗായ്സ്, ഇനി നമുക്ക് വെക്കാം. യാതൊരു പേടിയും വേണ്ട. ഇത് വെച്ചാലോ ചെറുത്? ഇതോ? ഇപ്പോൾ തൽക്കാലം ഒന്നും വെക്കാനുള്ള കാശ് നമ്മളുടെ കയ്യിലില്ല. അതൊന്നും വേണ്ട. ആ കലമ്പ വെറുതെ നിന്നെ പൈസ കളയുന്നേ.
ഗൈസ് നമ്മൾ ലാശില്ലാണ്ട് എന്തെങ്കിലുമൊക്കെ വെച്ചിനോ? ഉണ്ടോ? ഒരു സംശയമില്ലാതില്ല. ഈ ബാക്കത്തെ ലൈറ്റ് ഒന്ന് മാറ്റിയാലോ? തീരെ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. മാറ്റണോ? മാറ്റാം. വേണേ മാറ്റിയാൽ മതി. ഇത് കൊള്ളാം. ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. ബൈ ചെയ്തു ഗൈസ്. അങ്ങനെ അത് വാങ്ങി. അച്ചീവ്മെൻറ്റ് ലോക്ക് മേക്ക് ഓവർ. എന്തത്? നമുക്ക് ഇൻറ്റീരിയർ എന്തെങ്കിലും ആക്കാം. ഇതൊന്നും കാണുന്നില്ല. യെസ്, ബസ്. ഓക്കെ ഗൈസ്, ഷോപ്പ് പോവാ. നമുക്ക് ഈ ഒരു ബസ് വാങ്ങണം എന്നുണ്ട് എനിക്ക്. എങ്ങനെയെങ്കിലും 300 രൂപ ഇപ്പം ഞാൻ ഉണ്ടാക്കട്ടെ. കുറേ ഓട്ടോ ഓടിയാൽ നമുക്ക് ഈ ബസ് ഇപ്പം എടുത്താലോ? ഓ ഗായ്സ്, ഇങ്ങനെ ടയറുള്ളതിന് 300, ഇനി 700. ഇതെന്തൊരിതത്? ഓ എടാ, ഇതെല്ലാം കിൻഡൽ സാധനം കേട്ടോ, ഇറക്കിയുണ്ടല്ലോ. എനിക്കിത് വാങ്ങണം ഗൈസ്. നമ്മളിത് എടുത്തിരിക്കും. ഒരൈഡിയ, നമുക്ക് ഇപ്പോൾ ഉള്ള എല്ലാ മോഡിഫിക്കേഷൻസും വിൽക്കുക, എന്നിട്ട് പൈസ ഉണ്ടാക്കിയ ബസ് എടുത്താലോ? അല്ലേ വേണോ? ഇവനെൻ്റെ കില്ലാടിയാണ്. വിൽക്കാലേ? ഗായ്സ്, എനിക്ക് നല്ല സങ്കടമുണ്ട്. എടാ വിറ്റ്. എടാ എനിക്ക് സഹിക്കുന്നില്ല. എടാ, നമ്മളിപ്പോൾ ഉള്ള എല്ലാ പൈസയും കളഞ്ഞിട്ട് എനിക്ക് എന്തൊരു മനസ്സെന്നൊരു വിഷമം. ഓക്കെ ഗൈസ്, എൻ്റെ പാവം വണ്ടീൻ്റെ ഇതെല്ലാം തീർന്നു. റീഫണ്ട്. ഞാൻ എല്ലാം തിരിച്ച് പൈസ വാങ്ങി ഗൈസ്. ഇനി 90 രൂപയോടെ കിട്ടിയാൽ ഞാൻ പുതിയ വണ്ടി വാങ്ങും. കഴിഞ്ഞിട്ട് ഉറപ്പ് ഉള്ള എല്ലാ മോഡിഫിക്കേഷൻസും ഞാൻ ഇതിന് കയറ്റിയിരിക്കും ഗൈസ്. ഇതെൻ്റെ ഈഗോ, എൻ്റെ വെല്ലുവിളി. ടേക്ക് ജോബ്. ഓക്കെ ഗൈസ്, അങ്ങനെ പൈസ കിട്ടി. എന്നാലും എൻ്റെ മനസ്സിനൊരു വിങ്ങൽ. ഇനിയും പൈസ വാങ്ങാം നമുക്ക്. ഓക്കെ ഗൈസ്, അങ്ങനെ പൈസയും കിട്ടി. 245 രൂപ അല്ലേ? 300 രൂപ ലൈന് ഇനിയുണ്ടോ? ടേക്ക് ജോബ്. 15 കൂടി കിട്ടിയ ഗൈസ് നമുക്ക് ഇതും കൂടി എടുക്കാം. 4. ഓക്കെ ഗൈസ്, അപ്പം അല്ലേ ഞാൻ പറ്റുവാണെങ്കിൽ 300 രൂപ ഉണ്ടാക്കിയിട്ട് കാണാം. ആ ബസ്സിന് കൊടുക്കേണ്ട റേറ്റ് ഉണ്ടാക്കിയിട്ട് കാണാം കേട്ടോ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ചെറിയൊരു ഓട്ടവും കൂടി പോവാം. പൈസ തികഞ്ഞില്ല. ഓക്കെ, നമുക്ക് ആ ഡ്രൈവറിനോട് പറഞ്ഞിട്ട് വരാം. ചേട്ടാ, ഞാൻ പുതിയ ബസ് എടുക്കാൻ പോവുക, അറിയോ? ഏയ്, എന്തിനങ്ങോട്ട് ഇടിച്ച് കയറ്റിക്കോ. അല്ല പിന്നെ അവിടെ ഇതെന്താ? ഗായ്സ്, ഇത് എങ്ങോട്ടാ? അല്ല, എങ്ങോട്ടാ? ഇതൊക്കെ ഏതൊരു വഴി? ഇത് 1 വേയാ? ഇസ് ഇറ്റ് എ 1 വേ?
എടാ ഞാൻ പുതിയ വണ്ടി എടുത്ത്. എന്താടാ ഓനൊരു മൈൻഡില്ല ഗൈസ്. പൈസ തികഞ്ഞില്ലടാ നമുക്കെന്ത് പോലീസ് വട്ടാളോ. പോലീസൊന്നും ശബരിക്കൊരു വിഷയമല്ല. എല്ലാം അടിച്ചൊന്ന് പൊളിച്ച്. ഇനി പെട്രോൾ പമ്പ് കൂടിയേ ഉള്ളൂ. നമുക്ക് അവനെ വെട്ടിച്ചിട്ട് കളി അവസാനിപ്പിക്കുകയല്ല, കളി നിർത്തിയിട്ട് മറ്റേ ബസ് എടുക്കാനുള്ള പൈസയായി ഉണ്ടാവും. ബസ്സൊന്നും എടുക്കാം. എടാ ഞാൻ പുതിയ ബസ് എടുത്തു. ഇത് അവൻ്റെ ടൈപ്പ് ഒരു ബസ്സാട്ടോ നമ്മളെടുത്തേ. ഓക്കെ ഗൈസ്, പൈസ എങ്ങനെയെങ്കിലുമൊക്കെ ആയാൽ മതിയാണ്. പക്ഷേ ഗൈസ് 5 റുപ്യയുടെ ഒരു കുറവ്. ഈ പരസ്യോടി കണ്ടാൽ നമുക്ക് അതിനുള്ള ക്യാഷായി കിട്ടും ഗൈസ്. ഫൈനലി നമുക്കുള്ള പൈസയായി. എങ്ങനെ വാങ്ങുമല്ലേ വണ്ടി? ഇവൻ കൊള്ളാം, ഇവനെ വാങ്ങാലേ. വാങ്ങി. എടാ ഇതിപ്പോൾ നമ്മളെ ബസ്സായി. ബൗട്ട്. ഓക്കെ, അപ്പം നമ്മൾ പുതിയ ബസ് എടുത്തു ഗൈസ്. നമ്മൾ ഈ ബസ്സാണ് ഇനി യൂസ് ചെയ്യാൻ പോകുന്നത്. ഒരു റൈഡ് എന്നിട്ട് പടയ്ക്കാം. ഒരു റൈഡ് പോവാം നമുക്ക്. സ്റ്റാർട്ട് ന്യൂ. പുതിയൊന്ന് പോവാം. ഈ മാപ്പ് ഒന്ന് അൺലോക്ക് ചെയ്താലോ? ഓക്കെ ഗൈസ്, ഇപ്പോൾ ഈ സ്ഥലം മൊത്തം നമ്മളായി. നമുക്കെന്ത് ചെയ്യും, ഇവിടം തൊട്ട് ഈ അറ്റം വരെ ഒന്ന് പിടിക്കാം. ഇവിടം തൊട്ട് ഈ അറ്റം വരെ. അത് ഏത് റൂട്ട് പിടിക്കും? ഈ അറ്റോടി ചുറ്റിക്കറങ്ങി പോവും. അല്ലേ വേണ്ട, നമുക്ക് എളുപ്പം പിടിക്കാം. ഓക്കെ പോവാ. ഓക്കെ ഗായ്സ്, ഫൈനലി നമ്മളുടെ വണ്ടി കൈ കിട്ടി. ഒന്ന് പുറത്തിറങ്ങാണെന്ന്. ഇയാളിപ്പോൾ പണ്ടത്തെ പോലെ പിച്ചക്കാരനൊന്നല്ല, ആള് മാറി. പുതിയ ബസ്സൊക്കെ ഇറക്കി. ഓക്കെ, ഫസ്റ്റ് പേഴ്സൺ പോവല്ലേ? എടാ സ്പീഡിന് നല്ല സുഖമുണ്ട്, പക്ഷേ ഇതിൻ്റെ ടാബ് ഭയങ്കര ചെറുതാണല്ലോ. എടാ ഇതിൻ്റെ മാപ്പ് നോക്കുന്ന ടാബ്ലറ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര ചെറുതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? സ്റ്റിയറിങ്ങിന് തൊട്ട് മുകളിലത്തെ ലെഫ്റ്റ് സൈഡിലതാ. അത് വല്ലാത്തൊരു പരിപാടിയായിപ്പോയി. ഓക്കെ, എവിടെ ഇടിക്കരുത്. നമുക്ക് അത്രയും ദൂരം കൊണ്ടുപോകാനുള്ളതാണ് വണ്ടി. ഓക്കെ ഗൈസ്, നല്ല സുഖം കേട്ടോ ഇത് ഓടിക്കാൻ, മറ്റേതിനെക്കാട്ടും സുഖം. അല്ല കാര്യം പറഞ്ഞ, ഇപ്പോൾ പുതിയ വണ്ടി കിട്ടിയതിൻ്റെ ഇതിൽ പറഞ്ഞല്ല. ഓ ഇടിച്ചേനെപ്പോൾ ഇടിച്ചേനേന്നല്ല. ഓക്കെ ഗൈസ്, നേരെയാ? നേരെ. പെട്രോൾ ഇല്ലല്ലേ വണ്ടിക്ക്? ഓ മാൻ, ഇടിച്ചല്ലോ. 97% ഉണ്ട് ഹെൽത്ത്. ഡ്രിഫ്റ്റ് ചെയ്താ. ഓക്കെ, 0 ലിറ്റർ RP 400. നമ്മൾ റെഡി. 15 രൂപയ്ക്ക്. ഓക്കെ മതി 15 രൂപ കൊടുത്ത് വണ്ടിക്ക് പെട്രോൾ അടിച്ചു. ഹന്തസ് ഗൈസ്, നമ്മളെ കുട്ടി ഫാൻസ്, നമ്മളെ ചാനലിൻ്റെ കുട്ടി ഫാൻസ് അതാ ആ സൈഡിലുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടോ? ഞാൻ കണ്ട്. ഓക്കെ, സ്ട്രെയിറ്റ് റോഡ്. ഓ നമ്മൾ റൂൾസ് നോക്കണ്ടല്ലോ.
ഫ്രണ്ടിൽ വണ്ടി അത്ര നിർത്തി സൂക്ഷിച്ച് പോയാൽ പോരെ, എന്തിനാ റൂൾസ് എല്ലാം നോക്കുന്നത്? ഗായ്സ് ഈ ഗെയിമിൽ ഞാൻ പണ്ട് കളിക്കലുണ്ടായിരുന്നു ഈ ഗെയിം. അപ്പോൾ ഇതിൽ അതുമല്ല, ഞാൻ യൂട്യൂബിൽ നിന്നും കണ്ടു ഈ ഗെയിമിലില്ലേ ഒരു ബോട്ടിൻ്റെ ഒരു ഇതുണ്ട്, ബോട്ട് ജെട്ടി. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ കേട്ടോ പറയാം, മറ്റേ ബോട്ടൊക്കെ നിർത്തിയിരുന്ന സ്ഥലം, കാർഗോ ബോട്ടൊക്കെ ഉള്ളത്, വണ്ടികൾ കയറുന്ന ബോട്ടുകളുള്ളത്. അപ്പോൾ ആ സ്ഥലത്ത് നമ്മൾ ബസ്സും കൊണ്ടൊന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. ബസ്സൊക്കെ കയറ്റി വേറൊരു മാപ്പിലൊക്കെ ഇറക്കി തരും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ അവിടത്തേക്കൊന്ന് പോകാൻ പറ്റിയണേ. അവിടെ ഇതെങ്ങോട്ടാ കയറ്റിയേ? ഓൻ ഇൻഡിക്കേറ്റർ ഇട്ടിനോ? ഇടിച്ചല്ലോ നാദാ. ഇതടുത്ത് എല്ലെണ്ണം കൂടി എന്നെ നെഞ്ചത്താടോ കയറുന്നത്. മറ്റേ വണ്ടിക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഓന് തല്ലി നമ്മൾ കൊന്നേനെ. മറ്റേ എൻ്റെ പ്രിയൻ വണ്ടിയാണ്, നെഞ്ചോട് ഉള്ള വണ്ടിയാണ്. ഇതിപ്പോൾ കിട്ടിയിട്ടല്ലേ ഉള്ളൂ, ഇതിനോട് ടച്ചില്ല. മറ്റേ വണ്ടിക്ക് എന്നോടൊരു ടച്ച് ഉണ്ട്, കാരണം നല്ല ഗൈസ് നല്ല സുഖം അത് ഓടിക്കാൻ. എത്ര ആണെങ്കിലും ഇടിക്കാം, ചെറിയ വണ്ടിയല്ലേ. ഇത് വലിയ വണ്ടിയായതുകൊണ്ട് അങ്ങനെയൊന്നും അതിൻ്റെ സ്റ്റാർട്ടിങ് ഫോഴ്സിൽ കയറി ഇടിക്കാൻ പറ്റില്ല അതിന്. പക്ഷെ മറ്റേന് പറ്റും, മറ്റേ ചാടി കയറിയിടിക്കാം ഒരാളൊക്കെ കണ്ടാൽ. കണ്ടോടോ, ഇതൊക്കെ കിടില മാപ്പല്ലേ, പുതിയ മാപ്പ്. അതൊക്കെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഉള്ളതിൻ്റെ തൊട്ടുണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നിയോ? എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നു ഈറ്റ റോഡൊക്കെ. ഇതല്ല, നേരത്തെ ഈ 4 കൊമ്പ് ഇങ്ങനെ വളഞ്ഞൊക്കെ നിൽക്കുന്നൊരിതില്ലേ, അതെല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നി. ഓക്കെ, ഇവിടെ ഇപ്പം എന്താ? ഓക്കെ വേണ്ട. ഓക്കെ 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 ഗൈസ്, കണ്ടോ നമ്മൾ വന്നപ്പോൾ തന്നെ സിഗ്നൽ ഗ്രീനായി. നമ്മളെ വണ്ടീനെ എല്ലാവർക്കും പറയാം, പുതിയ വണ്ടി എടുത്താലും പഴയ വണ്ടി എടുത്താലും നമ്മളെ പേടി എല്ലാവർക്കും. ഒരു ശരിക്കുള്ള ഒരു ബസ് ഡ്രൈവർ ഇങ്ങനെയൊക്കെയാണ് പോവുക. കണ്ടോ ഇടയ്ക്കൊന്ന് നിപ്പിച്ച്. സിഗ്നലിൻ്റെ കാര്യം തന്നെ ഞാൻ നോക്കുന്നില്ലേ, സിഗ്നലിൻ്റെ കാര്യം ഒഴിച്ച് കണ്ടോ ഇങ്ങനെയൊക്കെ വെട്ടിച്ച് കാറ്റിപ്പോവും. സ്ഥലം വേണം കൂടുതൽ വണ്ടിക്ക്. എങ്ങനെയൊക്കെയാണ് കൊണ്ടുപോവുക. നെക്സ്റ്റ് മാപ്പ് എത്തി. ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് ഈ വണ്ടി ഇഷ്ടപ്പെട്ടവരൊന്ന് ഈ വണ്ടിക്ക് ഒന്ന് റേറ്റ് ചെയ്യണേ. 10 ഔട്ട് ഓഫ് എത്രയാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെന്ന്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ, അല്ല അങ്ങനെയല്ല, എൻ്റെ ഒരു ഈ വണ്ടി ഓടിച്ച് നോക്കിയ എൻ്റെ എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ 10 ഔട്ട് ഓഫ് ഒരു 9 കൊടുക്കാം. കാരണം വലിയ വണ്ടിയാണ്, ഓടിക്കാൻ ഭയങ്കര പാടാണത്. കണ്ട ശരിക്കുള്ളൊരു ബസ് ഡ്രൈവറൊക്കെയാണ് വെട്ടിക്കുക ഇങ്ങനെയാണ് പതുക്കെ. നമ്മളാണെങ്കിലോ ഇതെങ്ങനെയൊക്കെ എടുത്താൽ വെട്ടിക്കും, ഇങ്ങനെ വണ്ടി ഇങ്ങനെ ആട്ടി. അവരാണെങ്കിൽ ഇങ്ങനെ പതുക്കെ എടുക്കും. ഇതിലെങ്ങനെയല്ല, കണ്ട ഇങ്ങനെ ആ റൂട്ടിലൂടെ പോകും. നമ്മളാണെങ്കിൽ ഇങ്ങനെ എടുത്ത് എങ്ങനെയൊക്കെയോ വണ്ടി ഓടിക്കും. അവരാണെങ്കിൽ ഇതാ സ്ട്രെയിറ്റ് ഒറ്റൊരു പാത്തിലൂടെ പോവും. ഓവർടേക്കിങ്ങിന് മാത്രമായിട്ട് വേണമെങ്കിൽ ഒന്നിങ്ങനെ കയറ്റും. കാരണം ഇങ്ങനെയാണ് പോവുക, നല്ല സ്മൂത്ത്നെസ്സിൽ. ഇനി നമുക്കും അങ്ങനെ തന്നെ ഓടിക്കണം. വി ആർ എ പ്രൊഫഷണൽ ഡ്രൈവേഴ്സ്, ഡു യു അണ്ടർസ്റ്റാൻഡ്? ഇതിലൊറ്റ ഓട്ടോമാറ്റിക് ഒന്നും ഇടാൻ വേണമെങ്കിൽ ഇടാം, പക്ഷേ ഒരു എമർജൻസി വന്നാലേ പെട്ടെന്ന് നിർത്താൻ പറ്റില്ല. കൺട്രോൾ പോയി എന്നെ. അപ്പോൾ ഗൈസ് ഈ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. ഇതിനെ തൊട്ട് അടുത്തൊരു പാർട്ട് ഇതിൻ്റെ ബാക്കി കേട്ടോ, ഈ സെയിം ട്രിപ്പിൻ്റെ ബാക്കിയായിട്ട് ഞാൻ പിന്നെ വരാം. ഓക്കെ ബൈ.